ഞാൻ ശ്രീനേട്ടനോട് ഇത്തിരി ഭയത്തോടു കൂടി പറഞ്ഞു, കാരണം അതിന് നമുക്ക് കഥ മാത്രമേ ഉള്ളൂ. വൺ ലൈൻ എന്ന് പറയുന്ന ഒരു ബേസിക് സ്ക്രിപ്റ്റിന്റെ ബേസ് പോലും ഇല്ല. സീൻ ഓർഡർ, സീൻ നമ്പർ ഒന്നുമില്ല. പുള്ളിയാണ് അത് കുഴപ്പമില്ല, ആ പോർഷനാണ് എടുക്കണത് നാളെ അല്ലേ എന്ന് വെച്ചാൽ. അതെ, അപ്പോൾ നാളെ രാവിലെ വന്നു ഞാൻ തരാം, സീൻ തരാൻ തന്നു. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് ആലോചിക്കണം. ശ്രീനേട്ടൻ്റെ അടുത്ത് കഥ എത്തിയിട്ടുള്ളത് വേറെ ഏതോ തരത്തിലാണ്. ലാലു നിന്റെ സീനുകളൊക്കെ മാറ്റുന്നുണ്ട് എന്ന് മമ്മൂക്കയാണോ പറഞ്ഞത്, അഗസ്റ്റിൻ ചേട്ടനാണോ പറഞ്ഞത്, ജെയിംസ് ചേട്ടനാണോ പറഞ്ഞതെന്ന് അറിയില്ല. പിന്നെ പുള്ളി പറഞ്ഞു ദിവ്യ ഉണ്ണി നായികയായിട്ട് പറ്റില്ല എന്ന്. കാരണം പുള്ളി തന്നെ എൻ്റെ മകളുടെ കൂടെ സ്കൂളിൽ പഠിച്ച മകളുടെ ക്ലാസ്മേറ്റാണ്. ഞാൻ അവരുടെ കാമുകനായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റില്ല, ക്ലൈമാക്സും ഒക്കെ തീരെ എഫക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞു. ശ്രീനേട്ടൻ ആകെ ക്ഷുഭിതനായി. അവരുടെ ഒരു സൗഹൃദ സദസ്സിൽ, വേറെയും സിനിമക്കാരുള്ള സൗഹൃദ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം അവനെൻ്റെ സിനിമ സ്ക്രിപ്റ്റ് നശിപ്പിച്ചു. ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരാണ് അത്. പോയി ഞാനിനി ആ സിനിമ ഡബ് ചെയ്യില്ല എന്നൊക്കെ. അങ്ങനെ 2 വർഷത്തെ ദീർഘമായ ശ്രീനേട്ടനുമായിട്ടുള്ള ചർച്ചകളുടെ അവസാനം സിനിമ ഉടനെ തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മദ്രാസിൽ മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമയുടെ ഫൈനൽ വർക്കുകളിൽ ഇരിക്കുന്ന സമയത്ത്, അത് മറ്റേതോ ഒരു പടത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏതൊരു പടത്തിൻ്റെ വർക്കിലിരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ ആൽവിൻ ആൻ്റണി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വന്നു. അന്ന് അവർ സ്റ്റാർ പ്ലസ് എന്നൊക്കെ പറഞ്ഞ വലിയ നിർമ്മാണ കമ്പനിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഫാക്സ് റിലീസ്, സ്റ്റാർ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പല കോമ്പിനേഷൻസിൽ സിനിമ നടക്കുന്ന സമയമാണ്. ആൽവിൻ ആൻ്റണി എന്നെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ശ്രീനേട്ടൻ ഒരു പുതിയ പടത്തിന് അഭിനയിക്കാൻ പോവാണ്, ആ പടത്തിൽ പുതിയൊരു ഡയറക്ടറാണ്. അയാൾ മുമ്പ് കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് അയാൾ സീരിയസ് ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരികയാണ്. മുമ്പ് പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു, പിന്നീട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് 2 പടങ്ങൾ, പക്ഷെ മെയിൻ സ്ട്രീമിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് മുകേഷാണ്. ശ്രീനേട്ടനും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ശ്രീനേട്ടൻ ലൊക്കേഷനിൽ വന്നിട്ട് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാൽ ജോസിന് അസോസിയേറ്റ് ആയിട്ട് വേണം എന്ന് പുള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമറാമാൻ വേണുമാണ്. അപ്പോൾ നല്ല ടീമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര നിരാശയുണ്ടായി. കാരണം ശ്രീനേട്ടൻ അത്ര ഉറപ്പ് പറഞ്ഞാണ് ഇനി അടുത്ത് നിന്റെ സിനിമ എഴുതിയിട്ട് ഇനി വേറെ സിനിമ എഴുതുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഇടപെടാമെന്ന് വാക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സിനിമ ഇനിയും നീളുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് നിരാശയോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, എന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ള സഹായങ്ങൾ വേണ്ടി വരും, പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്കൊരു വൺ ലൈൻ ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഈ മുകേഷ് ഏട്ടന് വളരെ അത്യാവശ്യമാണ് ഒരു സിനിമ ഈ സമയത്ത്. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ നിർബന്ധത്തിന് അത് നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെന്ന് പെട്ടതാണ് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ എന്നോട് ഒരു 4 ദിവസം നേരത്തെ ചെന്നിട്ട് ആ സ്ക്രിപ്റ്റൊക്കെ വായിക്കി റെഡി ആയിരിക്കും, ഞാൻ തലേദിവസം വരും, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 ദിവസം മുമ്പ് ഈ സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുന്നു. അവിടെ ഓൾറെഡി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് വായിക്കുന്നു. ആ സ്ക്രിപ്റ്റ് ഒരുപാട് ഉണ്ട്. അത് ഒരു വാലും തുമ്പും ഇല്ലാണ്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അതൊരിക്കലും ഒരു സിനിമയാവില്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഞാൻ ഭയങ്കര നിരാശനായിട്ടിരിക്കുന്ന അന്ന് തലേദിവസം ശ്രീനേട്ടൻ ട്രെയിനിൽ വരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നാണോ ചെന്നൈയിൽ നിന്നാണോ എന്ന് അറിയില്ല. അദ്ദേഹത്തിനെ റിസീവ് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ എന്നെ കണ്ട ഉടനെ ചോദിച്ചു, എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ സ്ക്രിപ്റ്റൊക്കെ പോക്കാണ്, എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ തലേദിവസം ഞങ്ങൾ കൊച്ചിൻ ടവർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. വേണുവേട്ടനൊക്കെ വന്നിട്ടുണ്ട്, മുകേഷ് ഏട്ടൻ വന്നിട്ടുണ്ട്, ശ്രീനേട്ടനൊക്കെ വന്നു. സ്ക്രിപ്റ്റ് വായിച്ചു എല്ലാവരും എൻ്റെ അഭിപ്രായം തന്നെയാണ്. ആ രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ ഒരു ക്യാരക്ടർ രസമുള്ള ഉണ്ടായിരുന്നു. വിജയരാഘവൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ രസകരമായിരുന്നു. മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടർ ഉണ്ട്, പക്ഷെ കഥയൊന്നുമില്ല. അങ്ങനെ അന്ന് മുതൽ ശ്രീനേട്ടൻ അത് എഴുത്താരംഭിച്ചു. അപ്പം ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്, ഞാൻ സഹായനാണ്. ഡെയിലി ഷൂട്ടിങ് കഴിയും, രാത്രി ശ്രീനേട്ടൻ്റെ റൂമിൽ ചെല്ലും, അടുത്ത ദിവസത്തെ സീനുകൾ പുള്ളി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അത് തരും. അങ്ങനെ അത് രസകരമാവുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ സിനിമയോടുള്ളൊരു സ്നേഹം കാരണം സിനിമ നന്നാവുണ്ടെന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ എൻ്റെ കാര്യം ഞാൻ മറന്നു. അങ്ങനെ അതൊരു ഇൻട്രോയിൽ എത്താറായപ്പോൾ ശ്രീനേട്ടന് മനസ്സിലായി, ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോയി കെട്ടുന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല, ഒരു ഡിസ്കഷൻ വേണം. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് അബാദ് എന്ന് പറഞ്ഞിട്ട്, ചുള്ളിക്കൽ അബാദ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടല് ഫോർട്ട് കൊച്ചിയിൽ, അങ്ങോട്ട് മാറാമെന്ന് തീരുമാനിച്ചു. ഒരു ദിവസത്തേക്ക് അവിടെ റൂം എടുത്തിട്ട് ഞാനും ശ്രീനേട്ടനും സംവിധായകനും ക്യാമറാമാനും മുകേഷ് ഏട്ടനൊക്കെ കൂടിയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ആ സിനിമയുടെ സെക്കൻഡ് ഹാഫ്. അങ്ങനെ അതിനൊരു വൺ ലൈൻ ഓർഡർ ഉണ്ടാക്കി അടുത്ത ദിവസം വീണ്ടും വന്ന് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ആ സിനിമ റിലീസ് ചെയ്ത് തിരക്കേട്ടില്ലാണ്ട് ഓടി. ആ സിനിമയുടെ പേരാണ് സിപാഹി ലഹള.
അപ്പോൾ ശിപായിലകളെ കൂടി കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ പടം വീണ്ടും നീണ്ടുപോയിരിക്കുകയാണ്. ഞാനപ്പം ഇനി എന്തെങ്കിലും ആവട്ടെ, ഇനി പുള്ളി റെഡി ആകുമ്പോൾ വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ സമയത്ത് മീനത്തിൽ താലികെട്ട് എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ശ്രീനേട്ടനും മുകേഷ് ഏട്ടൻ വിളിച്ച പോലെ ദിലീപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഒരു തമിഴ് സിനിമയുടെ കഥ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. പക്ഷെ കഥ ആ കഥ അതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ബേസ് ചെയ്തിട്ടൊരു സിനിമ നീ ഒന്ന് കൊടൈക്കനാൽ വരെ പോയിട്ട് അവരൊന്ന് ഡിസ്കഷനിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടൈക്കനാലിൽ ചെല്ലുമ്പോൾ അവിടെ പടത്തിന്റെ മ്യൂസിക് കമ്പോസിഷൻ നടക്കുകയാണ്. ഔസേപ്പച്ചനാണ് മ്യൂസിക്, പ്രൊഡ്യൂസർ കറിയാച്ചൻ സാറും പിന്നെ സാജൻ വർഗീസ് എന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂര് ഉള്ള ഒരു പ്രൊഡ്യൂസർ, അവരൊക്കെ അവിടെ ഉണ്ട്. ശിപായിലകളുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് അത് പറയുമ്പോഴാണ് ആലോചിക്കേണ്ടത് ശ്രീനേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്നിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശ്രീനേട്ടനോടൊപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ ചർച്ചകൾക്കും കാര്യങ്ങൾക്കും അദ്ദേഹം എഴുതുന്ന സിനിമകളുടെ ഡിസ്കഷനും ഒക്കെ പോയിട്ട് പൂർണ്ണമായ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കഥ പൂർണ്ണമാക്കുന്നതിലൊക്കെയുള്ള അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നിക്കുകളൊക്കെ അറിയാതെ ഞാനും ഉണ്ടായിരിക്കണം. അങ്ങനെ ആ സിനിമയുടെ ഒരു പുതിയൊരു കഥ, പുതിയൊരു സീൻ ഓർഡറൊക്കെ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ആ സിനിമ ഞാൻ വർക്ക് ചെയ്തു. ആ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രൈറ്റ് ലണ്ടനിലേക്ക് പോയി. അലക്സായൻ ഒറ്റയ്ക്കായപ്പോൾ പുള്ളിക്ക് ഇത് ഇത്തിരി ബഡ്ജറ്റ് വലിയ സിനിമയാവുമോ എന്നൊരു ഭയവും വന്നു. അങ്ങനെ അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാതെ തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ശ്രീനേട്ടൻ തന്നെയാണ് സിയാദ്ക്ക് എടുത്ത് ഈ സിനിമയുടെ കഥ പറയുന്നത്. അങ്ങനെ കഥ സിയാദ്ക്ക് ഇഷ്ടമായി. അവർ പറഞ്ഞു പ്രൊഡക്ഷനും കൂടി നമുക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാനതിനെ എതിർത്തു. പക്ഷെ അലക്സായൻ പറഞ്ഞു, നിനക്ക് സിയാദ് കോക്ര പോലെയുള്ള ഒരു വലിയ നിർമ്മാതാവ് നിർമ്മിക്കുന്നു, വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊന്നും പേടിക്കാനില്ല, സിനിമ നന്നായി വരും, നമുക്ക് സിനിമ നന്നായി വരണം, അത്രേ ഉള്ളൂ. നമ്മൾ പലര് പുതിയ ആൾ ചെയ്തിട്ട് ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് അവർ ചെയ്യാണ് നല്ലതെന്ന് അലക്സായൻ എന്നെ മീനത്തിൽ താലികെട്ടിൻ്റെ സെറ്റിൽ വന്ന് നിർബന്ധിച്ചു. മീനത്തിൽ താലികെട്ടിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മറവത്തൂർ കനവ് തുടങ്ങാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അപ്പം ശ്രീനേട്ടൻ പല പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പടം തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഇരുന്ന് നോക്കുമ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, കഥ വീണ്ടും ഞങ്ങൾ പരസ്പരം പറഞ്ഞു, സീക്വൻസുകൾ പറഞ്ഞു, ഡയലോഗുകൾ അടക്കം പലതും പറഞ്ഞതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 1 ലൈൻ 2-3 ദിവസം കൊണ്ട് അവിടുന്ന് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിൻ്റെ 1 ലൈനും സെക്കൻഡ് ഹാഫിൻ്റെ കഥയും ആയിട്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാൻ ഞാൻ പൊള്ളാച്ചിയിലേക്ക് പോകുന്നത്. അതൊരു 97 ഡിസംബറിലാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, തലേദിവസം സുകുമാരി ചേച്ചിയൊക്കെ വന്നു. അവിടെ ഏതൊരു അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ നടത്തി അതിൻ്റെ നിവേദ്യവും സാധനങ്ങളൊക്കെ ആയിട്ട് ഹോട്ടലിൽ വന്നതും നമുക്കൊക്കെ തന്നതും. അങ്ങനെ അടുത്ത ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ കയ്യിലുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യാനുള്ളത് സെക്കൻഡ് ഹാഫിൽ അവസാന ഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ്. അപ്പം ഞാൻ ശ്രീനേട്ടനോട് ഇത്തിരി ഭയത്തോടു കൂടി പറഞ്ഞു, കാരണം അതിന് നമുക്ക് കഥ മാത്രമേ ഉള്ളൂ, 1 ലൈൻ എന്ന് പറയുന്ന ഒരു ബേസിക് സ്ക്രിപ്റ്റിൻ്റെ ബേസ് പോലും ഇല്ല, സീൻ ഓർഡർ സീൻ നമ്പർ ഒന്നുമില്ല. പുള്ളിയാണ് അത് കുഴപ്പമില്ല, ആ പോർഷനാണ് എടുക്കണത് നാളെ അല്ലേ എന്ന് വെച്ചാൽ അതെ അപ്പോൾ നാളെ രാവിലെ വന്നു ഞാൻ തരാം, സീൻ തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് ആലോചിക്കണം. ശ്രീനേട്ടൻ്റെ ഒരു അതിഗംഭീരമായ ഒരു വിശ്വാസമുണ്ട്. അപ്പം അതിനു മുൻപ് പല നാടകങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ റെക്കോർഡിങ് വിദ്യാസാഗറിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്തു. റെക്കോർഡിങ് AVM RRൽ സമ്പത്ത് സാറാണ് റെക്കോർഡിങ്. അവിടെ ആദ്യത്തെ പാട്ട് ഷൂട്ട് ചെയ്യണ സമയം അതിൻ്റെ ഇടയിൽ മഞ്ജു വാര്യരെയാണ് നായികയായിട്ട് ഫിക്സ് ചെയ്തിരുന്നത്. മഞ്ജു വാര്യരുടെ അച്ഛൻ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾക്ക് തന്ന ഡേറ്റ് പിൻവലിച്ചു. അവർ തിരകൾക്കപ്പുറം എന്ന് പറഞ്ഞ പടത്തിന് ഡേറ്റ് കൊടുത്തു സുരേഷ് ഗോപി. ഇതിന് കാരണം പുള്ളി പ്രൊഡ്യൂസറോട് പറഞ്ഞത് ലാൽ ജോസും ദിലീപും ഫ്രണ്ട്സാണ്, അപ്പോൾ അയാൾ ഇവർക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അതുകൊണ്ട് ഞങ്ങൾ ആ പടം ചെയ്യണില്ല. അങ്ങനെ ഞാനാകെ ധർമ്മസങ്കടത്തിലായി, പടം തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ദിവ്യ ഉണ്ണി വേറെ ഏതൊക്കെ പടങ്ങളുണ്ട് അവർക്ക്, അവരും ബിസി തന്നെയാണ്. മഞ്ജു വാര്യർ കഴിഞ്ഞാൽ അന്നും ദിവ്യ ഉണ്ണിയാണ് മലയാളത്തിലുള്ള പിന്നൊരു നായിക. ദിവ്യയെ സമീപിക്കാമെന്ന് രജപുത്ര രഞ്ജിത്തായിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവരെ കോണ്ടാക്ട് ചെയ്തു. അവരപ്പം തന്നെ കമ്മിറ്റ് ചെയ്ത പടങ്ങളൊക്കെ വിട്ടിട്ട് ഈ സിനിമ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കാം എന്നുള്ളതാണ് അവരുടെ അട്രാക്ഷൻ. അവർ സമ്മതിച്ചു. പക്ഷെ ഈ പൂജയുടെ അന്ന് തലേ ദിവസം ഞാൻ മമ്മൂക്കയെ കാണാൻ ചെന്നപ്പോൾ 2 കാര്യങ്ങളിലാണ്
പ്രശ്നം. ഒന്ന്, അദ്ദേഹം ഇതിന് ഷോർട്ട് ക്രോപ്പ് ചെയ്യണം മുടി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഷോർട്ട് ക്രോപ്പ് ചെയ്താൽ പഴയമാതിരി അത്ര ഉള്ളൊന്നുമില്ല മുടിക്ക്, അപ്പോൾ ഉള്ളില്ല എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് അതിനെതിരെ ഞാൻ പറഞ്ഞു വാശി പിടിച്ചു, അത് വേണം, അങ്ങനെ തന്നെ വേണം, ഉള്ളു മതി, ബാക്കി നമുക്ക് മേക്കപ്പിലൊക്കെ ചില പരിപാടികളുണ്ടല്ലോ അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു ദിവ്യ ഉണ്ണി നായികയായിട്ട് പറ്റില്ല എന്ന്. കാരണം പുള്ളി തന്നെ എൻ്റെ മകളുടെ കൂടെ സ്കൂളിൽ പഠിച്ച മകളുടെ ക്ലാസ്മേറ്റാണ്. ഞാൻ അവളുടെ കാമുകനായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റില്ല, ആൾക്കാർ കളിയാക്കും, നമുക്ക് റോജയെ വെക്കാം, റോജ ഫ്രീ ആണെന്ന് പറഞ്ഞു. ഞാൻ റോജ എന്തായാലും പറ്റില്ല ഈ ക്യാരക്ടറിന്. ദിവ്യ ഉണ്ണിയും മമ്മൂക്കയായിട്ട് ലവ് സീനൊന്നുമില്ല, മമ്മൂക്ക അത് പേടിക്കണ്ട. അവൾക്ക് മമ്മൂക്കയോടൊരു ചാണ്ടിയോടൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ തിരിച്ചറിയുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് അതൊരു പ്രശ്നമാവില്ല എന്നൊക്കെ പറഞ്ഞു. കൺവിൻസ്ഡ് ആയോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. മമ്മൂക്കയും ഭാവിയൊക്കെ ഉണ്ട് അവിടെ ഇത് പറയുമ്പോൾ. ഞാൻ പറഞ്ഞു നാളെ എന്തായാലും പൂജയാണ്, ഇതിന് രണ്ടിനും ഒക്കെ ആണെങ്കിൽ മമ്മൂക്ക വന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. ശ്രീനേട്ടനെ വിവരം അറിയിച്ചു. ശ്രീനേട്ടൻ പറഞ്ഞു അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർ തമ്മിലൊരു വല്ലാത്ത ബന്ധമുണ്ട്, അപ്പോൾ അതൊക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കണം. ശ്രീനേട്ടൻ എങ്ങനെ അതിൽ ഇടപെട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ പിറ്റേ ദിവസം കരുണാമയനെ എന്നുള്ള പാട്ട് IVM-RR റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ലിറിക്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക കയറി വന്നു. എന്താ വരികൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ തന്നെയാണോ ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളത് തീരുമാനിച്ചിട്ട് അത് കേട്ടാലോ പറയാം. കാരണം ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതില്ലെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല, അപ്പോൾ നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് വിദ്യാസാഗറുണ്ട്. ആ ട്യൂൺ എന്താണെന്ന് ചോദിച്ച് വിദ്യാസാഗർ ട്യൂൺ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ അന്ന് പൂജ നടക്കുകയാണ്, ആ പടത്തിൻ്റെ പൂജ. ശ്രീനേട്ടൻ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനേട്ടൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമയുടെ എഴുത്തും കാര്യങ്ങളും അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ നോക്കുക, അത് ഡയറക്ഷനും അദ്ദേഹം ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം തിരക്കിലായിരുന്നു. അതാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റാതിരുന്നത്. അങ്ങനെ ലൊക്കേഷനിൽ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ പകുതിയിൽ 62ാമത്തെ സീൻ ആണ് ആദ്യ ദിവസം ഷൂട്ട് ചെയ്തത്. ഞാൻ രാവിലെ ഞെട്ടിപ്പോയി. ഞാൻ ചെല്ലുമ്പോൾ വളരെ പ്രിസിഷനോടുകൂടി എഴുതിയിട്ടുള്ള സെക്കൻഡ് ഹാഫിലെ ആ സീൻ എനിക്ക് സീൻ നമ്പർ ഇട്ടിട്ട് തരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രയും ഓർഡറിൽ ആ സിനിമ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ മറ്റാരുടെ കൂടി ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതായത് കഥ മാത്രം വെച്ചിട്ട് ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതണം, ഇടയിൽ നിന്ന് എഴുതണം. ലോഹിയേട്ടനൊക്കെ അങ്ങനെ കഥയൊന്നും പറയാതെ സിനിമയൊക്കെ തുടങ്ങാറുണ്ട്. പക്ഷെ ലോഹിയേട്ടൻ ഒന്നാമത്തെ സീൻ തൊട്ടിട്ടാണ് എഴുതി തുടങ്ങുക. അപ്പം മനസ്സിലൊരു വൺ ലൈൻ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഇതങ്ങനെയല്ല, രണ്ടാമത്തെ പകുതിയിലേക്ക് ശേഷം വരുന്ന ഒരു സീൻ ആദ്യം എഴുതുകയാണ്. അങ്ങനെ ഞെട്ടിച്ച് കളഞ്ഞു ആദ്യത്തെ ദിവസം തന്നെ. പിന്നെ ഷൂട്ടിങ്ങിന് തുടരുമ്പോൾ അതിനനുസരിച്ച് സീനുകൾ വന്നുകൊണ്ടിരുന്ന സിനിമ ഷൂട്ടിങ് നടന്നു. അപ്പം അതിനിടയിലും ഈ ശ്രീനേട്ടനൊരു പ്രത്യേകതയുണ്ട്. ശ്രീനേട്ടൻ ഭയങ്കര മനസ്സിൽ തോന്നിയത് തടിച്ച പോലെ പറയുന്ന ഒരാളാണ്. ആളുകളെ മനസ്സിലാക്കാനുള്ള നല്ല കഴിവുണ്ട്. പക്ഷെ ചില സമയത്ത് സ്നേഹം അദ്ദേഹത്തിനെ അന്ധനാക്കും, അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ അദ്ദേഹത്തെ അന്ധനാക്കും. കുറെ കഴിഞ്ഞിട്ടാണ് അതിൽ ഉള്ള ചില പുഴുക്കുത്തുകളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും. അതുപോലെ വളരെ അടുപ്പുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ നടക്കുന്ന സമയത്ത് കലാഭവൻ മണി ഒരു സീനിൽ ചാണ്ടിയോട് യാത്ര പറഞ്ഞിട്ട് നാട്ടിലേക്ക് പാലായിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ മണി കരയണം. അതായത് ചാണ്ടിയോട് നുണ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ചാണ്ടി ചായനോട് നുണ പറയേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അവന് സങ്കടം വരും. അവൻ്റെ പെങ്ങളുടെ കല്യാണമാണെന്ന് കളവ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ കരയുകയും ചെയ്യും. ചാണ്ടി ചായ. അപ്പോൾ മണി പറയണത് ഇതിൽ കരയേണ്ട ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് കരയാൻ പറ്റണില്ല, കരച്ചിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യ സംവിധായകനാണ്. അവിടെ മമ്മൂക്ക എല്ലാവരും ഉണ്ട്, മമ്മൂക്ക, അഗസ്റ്റിൻ ചേട്ടൻ, മണി, ജെയിംസ് ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും അത് ശരിയാണെന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കരയാന്ന് പറയുന്നത്, കരയാനൊരു ഭാര്യ മരിക്കുക അല്ലെങ്കിൽ അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ പെങ്ങള് റേപ്പ് ചെയ്യപ്പെടുക അങ്ങനത്തെ കാരണങ്ങളൊന്നും വേണമെന്നില്ല കരയാൻ. സ്നേഹവും കരയിപ്പിക്കും. ഞാൻ അത്യധികം സ്നേഹിക്കുന്ന ഒരാളോട്, ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത ഒരാളോട് നുണ പറയുന്നു എന്നുള്ള തോന്നലാണ് അവനെ കരയിപ്പിച്ചത്. മണിക്ക് ചിലപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് തോന്നാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ നടനാണല്ലോ, അപ്പോൾ നിങ്ങളാണ്ട് അഭിനയിച്ചാൽ മതി, നിങ്ങൾ ജീവിക്കണ്ട, അഭിനയിച്ചാൽ മതി, പക്ഷേ ഈ സീനിൽ കരയണം
എന്ന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ മമ്മൂക്ക അവനെ വിളിച്ച് മാറ്റി നിർത്തി എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ അവൻ അഭിനയിച്ചു. ആ സീനിൽ നന്നായിട്ട് അഭിനയിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആസ് പെർ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തിലാണ് രാത്രി റൂമിൽ ചെല്ലുന്നത്. പക്ഷെ ശ്രീനേട്ടൻ്റെ അടുത്ത് കഥ എത്തിയിട്ടുള്ളത് വേറെ ഏതോ തരത്തിലാണ്. ലാലു നിന്റെ സീനുകളൊക്കെ മാറ്റുന്നുണ്ട് എന്ന് മമ്മൂക്കയാണോ പറഞ്ഞത്, അഗസ്റ്റിൻ ചേട്ടനാണോ പറഞ്ഞത്, ജെയിംസ് ചേട്ടനാണോ പറഞ്ഞതൊന്നും അറിയില്ല. പുള്ളി ആകെ ക്ഷുഭിതനായിട്ടാണ് ഇരിക്കുന്നത്. നീ എന്താ സീനൊക്കെ മാറ്റണം, നീ എന്താ സീൻ മാറ്റുന്ന എന്നോട് പറയാത്തത്? ഞാൻ ഒന്ന് സീനൊന്നും മാറ്റിയിട്ടില്ല, കരയാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. കരഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് കരയിപ്പിച്ചിട്ടാണ് സീൻ ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ശ്രീനേട്ടൻ ചില സമയത്ത് നമ്മളെ അമ്പരപ്പിച്ച് കളയും. എന്താ ശ്രീനേട്ടൻ ഇങ്ങനെ പറയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ പറഞ്ഞു കളയും. അങ്ങനെ ആ ഷെഡ്യൂൾ കഴിഞ്ഞു. സെക്കൻഡ് ഷെഡ്യൂളുണ്ട്. അത് ഒരു സോങ്ങും ഒരു സീനിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ എഡിറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്ററുടെയും ആദ്യത്തെ സിനിമയാണ്. രഞ്ജൻ എബ്രഹാം എന്നാണ് എഡിറ്ററുടെ പേര്. അദ്ദേഹമാണ് എൻ്റെ 27 സിനിമകളും എഡിറ്റ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ, അദ്ദേഹം രാജഗോപാൽ എന്ന് പറയുന്ന എഡിറ്ററുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. രാജഗോപാൽ സാറ് കമൽ സാറിൻ്റെയും സത്യേട്ടൻ്റെയും സ്ഥിരം എഡിറ്ററായിരുന്നു ആ കാലത്ത്. അപ്പം അവരുടെ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾ ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പടം ചെയ്യുമ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ വേണ്ട, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വഴക്കടിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളെന്നുള്ള നിലയിൽ രഞ്ജനെയാണ് സെലക്ട് ചെയ്തത്. ഞാൻ രഞ്ജനും ഞാനും കൂടി, അത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ആ കാലത്ത് മറ്റേ ആവിഡ് എഡിറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഫിലിമിൽ മൂവിയോളയിലും ഒക്കെ ഓടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അന്ന് ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, അവസാനം ഇത് കൊട്ടയിൽ ഈ ഫിലിമൊക്കെ കട്ട് ചെയ്തത് കൊണ്ട് ഇതൊന്ന് ഒട്ടിച്ച് വരുമോ എന്ന് വെച്ചിട്ട് രാജഗോപാൽ സാറിൻ്റെ അടുത്തേക്ക് വരുമോ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നൊക്കെ തമാശയായിട്ട് കളിയാക്കി ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത് അപ്പോൾ നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ട്രിമ്മിങ് ചെയ്യണ്ട, ഒന്നതിന് ഒരു ഷെഡ്യൂൾ കൂടി ചെയ്യാനുണ്ട്. അതൊക്കെ വന്നിട്ട് പിന്നെ ലെങ്ത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ലൂസായിട്ട് ഉള്ളൊരു എഡിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് 1.5 മണിക്കൂറും സെക്കൻഡ് ഹാഫ് ഈ ചെയ്ത് വരാനുള്ള സാധനങ്ങൾ ഒഴികെ ഒരു 3/4 മണിക്കൂറും ആണ് ഉള്ളത്. അപ്പം ഇത് ഡബിൾ പോസിറ്റീവ് എന്നാണ് ഇതിന് പറയുക. അത് ഡയറക്ടറും സ്റ്റിൽ ഫോട്ടോ എഡിറ്ററും കൂടിയിട്ട് കാണുകയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ കൂടി ഇരുന്ന് കാണും. അതിലെന്തെങ്കിലും ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ, എന്നുവെച്ചാൽ നമുക്ക് ഇപ്പം മോണിറ്ററിലൊന്നും കാണാൻ പറ്റില്ല, ഇത് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് തിയേറ്ററിൽ കാണുന്ന ദിവസം ശ്രീനേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനേട്ടനെ കാണിച്ചു. ഞാൻ വെച്ചാൽ ശ്രീനേട്ടൻ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ ലാഗ് മനസ്സിലാവും. ലാഗ് ഉണ്ട്, ഡെഫിനറ്റ്ലി ലാഗ് ഇട്ടിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ശ്രീനേട്ടന് പുതിയ ഡയറക്ടർ, പുതിയ എഡിറ്റർ, ഇത് കണ്ടിട്ട് പുള്ളി ആകെ ബേജാറായിപ്പോയി. അപ്പോഴേ ഞാൻ മനസ്സിലാക്കണം പുള്ളി അങ്ങനെ ഡബിൾ പോസിറ്റീവ് അധികം കാണാൻ പോകാറില്ല എന്ന്. അദ്ദേഹം ആകെ അപ്സെറ്റായി. ഭയങ്കര ലാഗാണ് പടം, ഭയങ്കര ലാഗാണ്, കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല ശ്രീനേട്ടൻ നമ്മൾ ലാഗ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്, ഇനി ട്രിം ചെയ്യാനുണ്ട്, നമ്മൾ ഫുൾ ലെങ്ത്ത് വെച്ചതാണ്, നമുക്ക് അവസാനം നോക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് ട്രിം ചെയ്യാം. പക്ഷെ പുള്ളിക്ക് ഒരു അസ്വസ്ഥത അപ്പം തുടങ്ങി. അത് കഴിഞ്ഞ് അദ്ദേഹം ചിന്താവിഷ്ടയായ ശ്യാമളയുടെ ഷൂട്ടിങ്ങിന് പോയി. ഷൂട്ടിങ് തുടങ്ങാണ്. ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ ശ്രീനേട്ടന് വർക്കുമില്ല. അപ്പോൾ അദ്ദേഹം വരേണ്ട കാര്യമില്ല, പാട്ടാണ് മെയിൻലി, പിന്നെ ഒരു ഓപ്പണിങ് സീക്വൻസിലേക്കുള്ള കുറച്ച് ഷോട്ടുകൾ. അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും, പല ആൾക്കാരും ഡബ്ബിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ ഡബ് ചെയ്തു. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ചില ആർട്ടിസ്റ്റുകൾ ചിന്താവിഷ്ടയായ ശ്യാമളയിലും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ ഡബ്ബിങ് തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ മുഴുവൻ കണ്ടിട്ട് ഇവർ അവിടെ പോയിട്ട് പറഞ്ഞു, ശ്രീനേട്ടൻ്റെ തിരക്കഥയുടെ ഒരു സ്ട്രെങ്ത് ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല, ക്ലൈമാക്സൊക്കെ തീരെ എഫക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞു. ശ്രീനേട്ടൻ ആകെ ക്ഷുഭിതനായി. അവരുടെ ഒരു സൗഹൃദ സദസ്സിൽ, വേറെയും സിനിമക്കാരുള്ള സൗഹൃദ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം അവനെൻ്റെ സിനിമ സ്ക്രിപ്റ്റ് നശിപ്പിച്ചു, ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരാണ്, അത് പോയി, ഞാൻ ഇനി ആ സിനിമ ഡബ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു.